അവർക്ക് നമസ്കാരം. വരാൻ പോകുന്ന +2 അക്കൗണ്ടൻസിയുടെ ഫൈനൽ എക്സാമിന് പാർട്ട് എ ഭാഗത്തു നിന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 12 തിയറി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇത് വിട്ടൊരു തിയറീസ് നിങ്ങൾക്ക് ആ ചാപ്റ്ററുകളിൽ നിന്ന് പഠിക്കാനില്ല. പാർട്ട് എയിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നും പഠിക്കുന്ന തിയറികൾ എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ട് ബി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ AFSൻ്റെയും നമ്മൾ വീഡിയോസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പാർട്ട് എ AFS ആരായാലും ACA കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗുകാരായാലും രണ്ടുപേരും പാർട്ട് എയിൽ നിന്ന് ഇത്രയും തിയറീസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ആദ്യം നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പാർട്ട്ണർഷിപ്പിന്റെ മീനിങ് പഠിച്ചിരിക്കണം. ഒരു തവണ ഡിഫൈൻ പാർട്ണർഷിപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ണർഷിപ്പ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അപ്പോൾ ഈ ഒരു മീനിങ് നിങ്ങൾ പാർട്ണർഷിപ്പിന്റെ മീനിങ് പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഫീച്ചേഴ്സ് ആണ്. പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് ഒരു തവണ ചോദിച്ചത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ചോദിച്ചത്. റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ്. ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ ഫീച്ചേഴ്സ് പാർട്ണർഷിപ്പിന്റെ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 5 എണ്ണം നൽകിയിട്ടുണ്ട്. ഈ 5 എണ്ണവും നിങ്ങൾ പഠിച്ചു വെക്കുക. മിനിമം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഓറൽ ഓർ റിട്ടൺ എഗ്രിമെന്റ് ആണ് വേണ്ടത്. ലോഫുൾ ബിസിനസ് ആണ്. രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഈസ് നോട്ട് കമ്പൽസറി. അങ്ങനെ ഒരു 5 ഫീച്ചേഴ്സ് ഈ പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക. പഠിക്കേണ്ടത് പാർട്ണർഷിപ്പ് ഡീഡും അതിന്റെ കണ്ടന്റ്സും ആണ്. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നും പഠിക്കണം. പാർട്ണർഷിപ്പിന്റെ ആ ഡീഡിന്റെ അകത്ത് വരുന്ന കണ്ടന്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം. ആ ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ് വരാം. വാട്ട് ഈസ് പാർട്ണർഷിപ്പ് ഡീഡ്? ലിസ്റ്റ് ഔട്ട് എനി 5 കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ണർഷിപ്പ് ആസ് അഗ്രീഡ് ബൈ പാർട്ണേഴ്സ്. പാർട്ണേഴ്സ് അഗ്രി ചെയ്തിരിക്കുന്ന കണ്ടീഷൻസും റെഗുലേഷൻസും റൂൾസും എല്ലാം അടങ്ങിയിരിക്കുന്ന ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ്. അതിന്റെ കണ്ടന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇവിടെ ഒരു 5 കണ്ടന്റ്സ് തന്നിട്ടുണ്ട്. നെയിം ഓഫ് ദി ഫേം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ണേഴ്സ്, പ്രിൻസിപ്പൽ, പ്ലേസ് ഓഫ് ബിസിനസ്, ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഷെയറിംഗ് റേഷ്യോ. ഈ ഒരു 5 എണ്ണം തന്നെ നിങ്ങൾ പഠിച്ചാൽ മതിയാവും, ഡീഡും അതിന്റെ കണ്ടന്റ്സും. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന്. എപ്പോഴും ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഡീഡ്. അതായത് എഗ്രിമെന്റ് ഇല്ലാത്ത സമയത്ത് പാർട്ട്നേഴ്സ് പാലിക്കേണ്ട റൂൾസുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. അവർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ആർ ഷെയർഡ് ഈക്വലി. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഷെയർ ചെയ്യണം ഈക്വലായിട്ട്. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റൽമേ ഇൻട്രസ്റ്റ് ഒന്നും ചാർജ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എടുക്കാനും പറ്റില്ല. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനും പറ്റില്ല. 6% ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് അഡ്വാൻസ്ഡ് ബൈ പാർട്ണേഴ്സ്. പാർട്ണേഴ്സ് വല്ല ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 6% ഇൻട്രസ്റ്റ് അവിടെ നൽകിയിരിക്കണം. നോ റെമ്യൂണറേഷൻ, അതായത് സാലറി കമ്മീഷൻ എന്നുള്ള രീതിയിൽ ഒരു എമൗണ്ടും അവിടെ നിന്ന് പിൻവലിക്കാൻ പറ്റില്ല. അതായത് എഗ്രിമെന്റ് ഇല്ലെങ്കിൽ അവിടെ പ്രോഫിറ്റും ലോസും ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 6% ഇൻട്രസ്റ്റ് നൽകണം. ബാക്കി ഒന്നിനും അവിടെ റൈറ്റ് ഇല്ല എന്നുള്ളത് ഓർത്താൽ മതി. നോ 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 എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, നോ റെമ്യൂണറേഷൻ, അങ്ങനെ പഠിച്ചു വയ്ക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഇത് 1 വേർഡിന് ചോദിക്കാറുള്ളതാണ്. 6% ഇൻട്രസ്റ്റും നൽകണം. പഠിക്കേണ്ട തിയറി എന്ന് പറയുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. 100% ഈ എക്സാമിന് ഉണ്ടായിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം 2 അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ടാവും, കറണ്ട് അക്കൗണ്ടും ഉണ്ടാവും. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലോ ഒരൊറ്റ അക്കൗണ്ടേ ഉണ്ടായിരിക്കുള്ളൂ. അത് എന്ത് അക്കൗണ്ട് ആയിരിക്കും? ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ് ഇൻ കറണ്ട് അക്കൗണ്ട്. കാരണം ഇവിടെ 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കറണ്ട് അക്കൗണ്ടിലായിരിക്കും നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം എൻ്റർ ചെയ്യുന്നത്. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലോ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നമ്മൾ എവിടെയായിരിക്കും എൻ്റർ ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും. കാരണം അവിടെ ഒരൊറ്റ അക്കൗണ്ടേ അല്ലേ ഉള്ളൂ. അപ്പോൾ ആ അക്കൗണ്ടിലായിരിക്കും എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട് വിൽ അപ്പിയർ ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും അപ്പിയർ ചെയ്യും. ഇവിടെ ആകപ്പാടെ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ ഉള്ളൂ. അപ്പോൾ ആ ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ അപ്പിയർ ഇൻ ബാലൻസ് ഷീറ്റ്. ലാസ്റ്റ് വൺ, ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിമെയിൻസ് ഫിക്സഡ് ആയിരിക്കും. ഇവിടെ ആണെങ്കിലോ ഫ്ലക്ച്വേറ്റിംഗിലാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് ഫ്ലക്ച്വേറ്റിംഗ്. വളരെ എളുപ്പത്തിലുള്ള ഒരു 4 പോയിന്റ്സ് ഞാൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ 4 പോയിന്റ്സും നിങ്ങൾ പഠിക്കണം. ഈ വരുന്ന എക്സാമിന് ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. ഓഫ് എ പാർട്ണർ, ആ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടത് 2 റൈറ്റ്സ് പഠിക്കുക. ഇൻകമിംഗ് പാർട്ണറിന്റെ അല്ലെങ്കിൽ അഡ്മിറ്റ് ആയി വരുന്ന പാർട്ണറിന്റെ 2 റൈറ്റ്സ്. എ റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദി ഫേമിന്റെ അസറ്റ്സ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എ റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓർ ലോസസ് ഓഫ് ദി ബിസിനസ്, അതായത് ആ ഫേമിന്റെ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇത് 2 മാർക്കിനെ ചോദിക്കാറ്. 2 റൈറ്റ്സേ ഉള്ളൂ ഇൻകമിംഗ് പാർട്ണറിന്. ഈ 2 റൈറ്റ്സ് പഠിച്ചു വെക്കുക. പിന്നെ പഠിക്കേണ്ടത് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, അതായത് രണ്ടാമത്
പുനഃസംഘടിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. അതിനൊരു 5 കാരണങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഷെയർ ചെയ്യുന്ന റേഷ്യോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ അവിടെ വീണ്ടും ആ പാർട്ണർഷിപ്പ് ഫേമിനെ പുനഃസംഘടിക്കണം, അതായത് വീണ്ടും ആരംഭിക്കണം. അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, ഒരു പുതിയ പാർട്ണർ അഡ്മിറ്റ് ആയ വീണ്ടും അവിടെ ചേഞ്ചസ് വരും. റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ, ഒരു പാർട്ണർ റിട്ടയർഡ് ചെയ്ത് പോയാൽ അവിടെ ചേഞ്ചസ് വരും. ഡെത്ത് ഓഫ് എ പാർട്ണർ, ഒരു പാർട്ണർ മരിച്ചു പോയാലും നമുക്ക് എന്ത് ചെയ്യണം, പുതിയ പാർട്ണർഷിപ്പ് ഫേം നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലാസ്റ്റ് ആണ് അമാൽഗമേഷൻ ഓഫ് 2 പാർട്ണർഷിപ്പ് ഫേം. 2 പാർട്ണർഷിപ്പ് ഫേമുകൾ അമാൽഗമേറ്റ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആണ് 5 പോയിന്റ്സ്. ഈ 3 പോയിന്റ്സ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങളുടെ ഓരോ ചാപ്റ്റർ അല്ലേ ഇത്, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് അല്ലേ. ബാക്കി 2 നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് പഠിക്കേണ്ടത് ഗുഡ് വില്ലിൻ്റെ മീനിങ് ആണ്. അപ്പോൾ ഗുഡ് വില്ലിൻ്റെ മീനിങ് ഇതിൽ 2 ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ മലയാളം മീനിങ്ങും ഇവിടെ നൽകിയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ ഒരു 3 വരി പഠിക്കുക, അല്ലെങ്കിൽ ഗുഡ് വിൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫേംസ് ആൻറ്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിങ്സ്, അങ്ങനെയെങ്കിലും പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വില്ല്. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എല്ലാ തവണ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വില്ല്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ തവണ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ തവണത്തെ എക്സാമിന് നമുക്ക് ഇത് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൽ ആദ്യത്തെ നേച്ചർ ഓഫ് ബിസിനസ്. അപ്പോൾ നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് മാർക്ക് അനുസരിച്ചിട്ടാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ. ഒരു 4 മാർക്കിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അപ്പോൾ ഗുഡ് വില്ലിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ കാരണമാകുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുഡ് വില്ല് എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷനെ പറയുന്ന പേരാണ് ഗുഡ് വില്ല്. അത് ഇൻക്രീസ് ചെയ്യാൻ ഉണ്ടാവുന്ന, അതിനെ സഹായിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നേച്ചർ ഓഫ് ബിസിനസ്, അതിൻ്റെ മലയാളം മീനിങ്ങും ഇവിടെ നൽകിയിട്ടുണ്ട്. വായിച്ചു നോക്കാം, നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. രണ്ടാമത്തെ ലൊക്കേഷൻ, ഒരു ബിസിനസ് നല്ലൊരു സെൻട്രലായിട്ട് ഒരു ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അവിടെ ഗുഡ് വില്ല് ആ ബിസിനസ്സിൻ്റെ കൂടില്ലേ, റെപ്യൂട്ടേഷൻ അവിടെ കൂടും. അതാണ് രണ്ടാമത്തേൽ പറയുന്നത് ലൊക്കേഷൻ. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ നോക്കി എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു ഫേമിൻ്റെ റെപ്യൂട്ടേഷൻ അവിടെ കൂടാനാണ് സാധ്യത. അതിൻ്റെ മലയാളവും ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. നാലാമത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ. ഒരു മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിനനുസരിച്ച് നല്ല കോമ്പറ്റീഷനൊക്കെ കുറവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഫേമിന് നല്ലൊരു വാല്യൂ ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും അല്ലേ. ലിമിറ്റഡ് കോമ്പറ്റീഷൻ എനേബിൾസ് എ കൺസെപ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, സിമ്പിളാണ്. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയണില്ല. ഇവിടെ അതിൻ്റെ മലയാളത്തിലും കൂടി മീനിങ് നൽകിയോണ്ടാണ് ഞാൻ എക്സ്പ്ലനേഷൻ അധികം ചെയ്യാത്തത് കേട്ടോ. മാർക്കറ്റ് സിറ്റുവേഷൻ. ലാസ്റ്റ് വണ്ണാണ് സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്. വേറെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. അത് ഏതൊക്കെയാണ്? ഇമ്പോർട്ട് ലൈസൻസ്, ലോ റേറ്റ്, അഷ്യൂർഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി, ലോങ് ടൈം കോൺട്രാക്ട്സ് ഫോർ സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് എക്സെട്ര എൻജോയ് ഹയർ വാല്യൂ ഓഫ് ഗുഡ് വില്ല്. അതെല്ലാം കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്താവാം, ഫേമിൻ്റെ ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മലയാളം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ നിങ്ങൾ. ഇപ്പം എത്ര പോയിൻ്റാണ് പറഞ്ഞത്? 5 പോയിൻറ്റ്സാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും പറയുന്നത് 2 മാർക്കിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഹെഡിങ് മാത്രം എഴുതിയാൽ മതി. പ്ലസ് ഇട്ടിട്ട് വരുന്ന മാർക്കുകളാണെങ്കിൽ നിങ്ങൾ എക്സ്പ്ലനേഷൻ എഴുതണം. നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മുൻ വർഷത്തിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്? മെൻഷൻ എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ സാക്രിഫൈസിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ മീനിങ് എഴുതി വയ്ക്കും. ചെയ്യരുത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു മീനിങ് ആണ് റിവാലുവേഷൻ അക്കൗണ്ട്. നിങ്ങൾ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ മീനിങ് ആണ് അവിടെ എഴുതേണ്ടത്. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൻ്റെ വേറൊരു പേരാണ് റിവാലുവേഷൻ അക്കൗണ്ട്. ഇപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് എന്താണെന്നുള്ളത് എഴുതണം. പിന്നെ നമ്മളോട് പറഞ്ഞത് 2 ഡിഫറൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തമ്മിൽ സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് അതും ഇവിടെ നൽകിയിട്ടുണ്ട്. സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ളത്. സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ ഇറ്റ് ഈസ് എ റേഷ്യോ ഇൻ വിച്ച് ഓൾഡ് പാർട്ണേഴ്സ് ഗീവ് അപ്പ് ദെയർ ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് in favor of a new partner. Gaining ratio എന്നാൽ റിമൈനിങ് പാർട്ണേഴ്സ് അക്വയർ ദ ഔട്ട് ഗോയിങ് പാർട്ണർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. സാക്രിഫൈസിംഗ് റേഷ്യോ എപ്പോഴാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. ഗെയിനിങ് റേഷ്യോ റിട്ടയർമെന്റ് ഓഫ് എ ന്യൂ പാർട്ണർ. പിന്നെ അതിൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കുക. സാക്രിഫൈസിംഗ് റേഷ്യോൻ്റെ ഇക്വേഷൻ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഗെയിനിങ് റേഷ്യോൻ്റെ ഇക്വേഷൻ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഈ ഇക്വേഷൻ തിരിഞ്ഞു പോകരുത് കേട്ടോ. എപ്പോഴും തെറ്റിക്കണ ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുക. സാക്രിഫൈസിംഗ് റേഷ്യോ ഓൾഡ് റേഷ്യോയിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കണം. ഇത് മുൻ വർഷങ്ങളിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ആണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിനും ഉണ്ടായിരുന്നതാണ്. നിർബന്ധമാണ് നിങ്ങളിത് പഠിച്ചിരിക്കണം. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. പാർട്ണർഷിപ്പിൽ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യണില്ല. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ അവിടെ ബിസിനസ്സിന് അവസാനം വരെയാണ്. അതായത് ബിസിനസ് പിരിച്ചു വിടുകയാണല്ലോ, നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ബിസിനസ് ഓഫ് ദി ഫേം ഈസ് ക്ലോസ്ഡ് എന്ന് പറയാം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആർ റീവാല്യൂഡ് ആണ് ചെയ്യുന്നത്. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ അസറ്റ്സ് റിയലൈസ്ഡ് ആൻഡ് ലൈബിലിറ്റീസ് പെയ്ഡ് ഓഫ്. അസറ്റ് റിയലൈസ് ചെയ്യും, ലൈബിലിറ്റീസ് കൊടുത്തു തീർക്കും.
ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിലെ എക്കണോമിക് റിലേഷൻഷിപ്പ് ചേഞ്ച് ആവും. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലെ എക്കണോമിക് റിലേഷൻഷിപ്പ് കംസ് ടു ആൻ എൻഡ്. അവിടെ ഫേം അവസാനിക്കുകയാണല്ലോ, അപ്പോൾ അവിടെ റിലേഷൻഷിപ്പും എൻഡ് ആകുന്നു. ഇനി നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിലെ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഇമ്മീഡിയറ്റ്ലി. ഇവിടെ ബാലൻസ് ഷീറ്റ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യും, എന്നാൽ ഇവിടെ നോ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യില്ല. പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ കോർട്ടിൻ്റെ ഇടപെടലൊന്നും പാടില്ല. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ കോർട്ട് മേ ഇൻ്റർവെയിൻ ആൻഡ് ഓർഡർ ഫോർ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. കോർട്ടിന് അവിടെ ഇടപഴകാം. കാരണം ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് ആണെങ്കിലോ, ഒരു പാർട്ണറിൻ്റെ മിസ്ബിഹേവ് കൊണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാരണം, ഇപ്പോൾ ബിസിനസ് നഷ്ടത്തിലാണെങ്കിലോ, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ബിസിനസ് നിർത്തേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ കോർട്ടിന് അവിടെ ഇടപെട്ടിട്ട് ആ ബിസിനസ്സിനെ അവിടെ നിർത്താനുള്ള ഓർഡർ നൽകാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു 5 പോയിന്റ്സാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഫേമും തമ്മിലുള്ള ഡിഫറൻസ്. പലവർക്കും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോഴും ഫേം എന്ന് പറയുമ്പോഴും എന്താണെന്ന് മനസ്സിലാവണില്ല. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 2 പാർട്ണേഴ്സ് തമ്മിലുള്ള ബിസിനസ്സിൽ പാർട്ണേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റ് അവസാനിപ്പിച്ച് അവർ പോവുകയാണ്. അതാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ബിസിനസ് അവിടെ നിർത്തുന്നു, പക്ഷേ പാർട്ണേഴ്സ് അവിടെ കണ്ടിന്യൂ ചെയ്യാം. വേറൊരു ഫേം എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അവർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ പാർട്ണർഷിപ്പ് നിന്ന് പോകണം, പക്ഷേ ഫേം അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ഫേം നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ പാർട്ണർഷിപ്പും നിന്ന് പോകുന്നു. ഇതും ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഫേം. ബിസിനസ് അല്ലെങ്കിൽ ഒരു ഫേം പിരിച്ചുവിടാനുള്ള കാരണം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് ചോദിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ് പ്രകാരം. ഇപ്പോൾ ഒരു 2 വർഷത്തിനുള്ള ബിസിനസ് ആണെങ്കിൽ ആ എഗ്രിമെൻറ്റ് 2 വർഷം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യണം, അവിടെ നിർത്തലാക്കണം ആ ബിസിനസ്. അല്ലെങ്കിൽ കമ്പൽസറി ഡിസൊല്യൂഷൻ, എന്തെങ്കിലും ഇല്ലീഗൽ ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ണറിൻ്റെ മിസ്ബിഹേവ് കൊണ്ടോ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവിടെ നമുക്ക് നിർബന്ധിതമാവേണം നമ്മൾ ആ ബിസിനസ് നിർത്താൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം ലോസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ബിസിനസ് നിർത്തേണ്ടി വരും. പിന്നെ ഡിസൊല്യൂഷൻ ഓൺ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ണർ ഇപ്പോൾ ഒരു പാപ്പരയാണ്, ഇൻസോൾവെൻ്റ് ആവുകയാണ്, ഫണ്ടൊന്നും ഇല്ല ബിസിനസ്സിലേക്ക് ഇറക്കാൻ, അപ്പോൾ അവരിൽ കാശൊന്നും ഇല്ലെങ്കിൽ അവിടെ ആ ബിസിനസ് അവിടെ നിർത്തലാക്കേണ്ടി വരും. അല്ലെങ്കിൽ പാർട്ണറിൻ്റെ പെരുമാറ്റം, ബിസിനസ്സിനോടുള്ള സമീപനമൊക്കെ കൊള്ളില്ലെങ്കിൽ അവിടെ ആ ബിസിനസ് നിർത്തേണ്ടി വരും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ബിസിനസ് നിർത്തേണ്ടി വരും. 4ാമത്തെ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസും ബൈ കോർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിർബന്ധിതമായിട്ടുള്ള മോഡ്സുകളാണ്. അതൊക്കെ നമുക്ക് ഡിസൊല്യൂഷൻ ബൈ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ പറയാവുന്നതാണ്. ഇനി ഇത് ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ പ്രീവിയസ് ഇയർ എടുത്ത് നോക്കുമ്പോൾ ഒരു 2 പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ബേസ് ചെയ്തിട്ട് ലിസ്റ്റ് ഔട്ട് എനി 4 സിറ്റുവേഷൻസ് ഇൻ വിച്ച് എ കോർട്ട് മേ ഓർഡർ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ണർഷിപ്പ് ഫേം നിർത്തണം എന്ന് ഒരു കോർട്ട് ഇടപെടേണ്ട ഒരു 4 സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെൻ എ പാർട്ണർ ബിക്കം ഇൻസെയിൻ, അതായത് ഇൻസെയിൻ എന്ന് വെച്ചാൽ ഒരു പാർട്ണറിൽ പൈസയൊന്നും ഇല്ലാതെ പാപ്പരാവാന്ന് പറയില്ലേ, അതാണ് ഒന്നാമത്തെ കാരണമായിട്ട് പറയാവുന്നത്. 2ാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ഇൻകപ്പാസിറ്റി ഓഫ് എ പാർട്ണർ ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ് ആസ് എ പാർട്ണർ. ഒരു പാർട്ണർക്ക് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് കോർട്ടിന് വേണമെങ്കിൽ അത് ഡിസൊല്യൂഷൻ ചെയ്യാം. പിന്നെ മിസ്കണ്ടക്ട് ഓഫ് എ പാർട്ണർ, ഒരു പാർട്ണറിൻ്റെ മിസ്കണ്ടക്ട് കൊണ്ട് അത് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കോർട്ടിന് അവിടെ വേണമെങ്കിൽ ഇടപെടാം. പിന്നെ കണ്ടിന്യൂസ് ലോസസ്, ഒരു ബിസിനസ് പ്രോഫിറ്റ് പ്രതീക്ഷിച്ചിട്ട് ഒരു വർഷവും പ്രോഫിറ്റ് വരുന്നില്ല, എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആണെങ്കിൽ നമുക്കവിടെ കോർട്ടിന് അവിടെ ഇടപെട്ടിട്ട് എന്ത് ചെയ്യാം, ബിസിനസ് നിർത്തലാക്കാൻ പറയാം. അപ്പോൾ ഈ 4 സിറ്റുവേഷൻസ് ഒന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. മോഡ്സ് ചോദിക്കണമെങ്കിൽ നിങ്ങൾ 5 പോയിൻറ്റ്സ് നേരത്തെ പറഞ്ഞത് എഴുതാം. ഇനി എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 4 പോയിൻറ്റ്സും കൂടി പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ പഠിക്കേണ്ട ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ റിവാലുവേഷൻ ആൻഡ് റിയലൈസേഷൻ അക്കൗണ്ട്. റിവാലുവേഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ എപ്പോഴൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏതൊക്കെ ചാപ്റ്ററിലാണ് നമ്മളത് പഠിച്ചത്? അഡ്മിഷൻ ചാപ്റ്ററിൽ പഠിക്കും, റിട്ടയർമെൻറ്റ് ചാപ്റ്റർ പഠിക്കും, ഡെത്ത് ചാപ്റ്ററിൽ പഠിക്കും. എന്നാൽ റിയലൈസേഷൻ അക്കൗണ്ടോ നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ചാപ്റ്ററിലല്ലേ പഠിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യത്തെ ഡിഫറൻസ് എഴുതാം. 2ാമത്തേൽ റെക്കോർഡ് ഓൺലി ചേഞ്ചസ് ഇൻ വാല്യൂസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സിലും ലയബിലിറ്റീസിലും വരുന്ന ചേഞ്ചസ് ആണ് റിവാലുവേഷൻ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടിലാണെങ്കിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ക്ലോസ്ഡ് അറ്റ് ദി ബുക്ക് വാല്യൂസ്. ബുക്ക് വാല്യൂവിൽ ക്ലോസ് ചെയ്യുന്ന അസറ്റ്സിൻ്റെ ലയബിലിറ്റീസിൻ്റെയും വാല്യൂ ആണ് അവിടെ എൻ്റർ ചെയ്യുന്നത്. നോ എക്സ്പെൻസസ് ആർ ഷോൺ, അതായത് റിവാലുവേഷൻ അക്കൗണ്ടിൽ എക്സ്പെൻസസ് എഴുതാറില്ല, പക്ഷേ റിയലൈസേഷൻ അക്കൗണ്ടിലോ നമ്മൾ എക്സ്പെൻസസ് എഴുതാറുണ്ട്. ലാസ്റ്റ് വൺ നോക്കി, റിവാലുവേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്. എന്നാൽ റിയലൈസേഷൻ അക്കൗണ്ട് ഫൈൻഡ് പ്രോഫിറ്റ് ആർ ലോസ് ഓൺ റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ 2 ഡിഫറൻസ് ഇപ്പം ഞാൻ പറഞ്ഞു, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം, റിവാലുവേഷൻ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട്. ഇത് 2 ഡിഫറൻസ് നിങ്ങൾ